ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് 1/2 kg അളവിലൊരു വാഞ്ചോ കേക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു വാഞ്ചോ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരൊറ്റ ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ 2 കേക്ക് ഉണ്ട്. വാഞ്ചോ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാനില സ്പോഞ്ചും ഉണ്ടാവും, ചോക്ലേറ്റ് സ്പോഞ്ചും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരൊറ്റ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 6 ഇഞ്ചിൻ്റെ 2 മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 മോൾഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് ഗ്രീസ് ചെയ്തെടുക്കണം. വളരെ കുറച്ച് മാത്രം ഓയിലൊന്നും എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കാം. നമ്മൾ ഏത് കേക്ക് റെഡിയാക്കുമ്പോഴും ആദ്യം തന്നെ ഇത് സെറ്റാക്കി എടുക്കുക. പിന്നെ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് നിൽക്കരുത്, ആദ്യം തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 മോൾഡ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മോൾഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കേക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം അടുത്ത കേക്ക് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിത് ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ബൗൾ വേണം എടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, മുട്ടയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് 1/2 kg അളവായതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 2 മുട്ട ഞാൻ ആ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. 1/2 kg ആയതുകൊണ്ട് എല്ലാം 1/2 ടീസ്പൂൺ വെച്ച് മതി കേട്ടോ. ബേക്കിംഗ് പൗഡർ ആയാലും വാനില എസൻസ് ഒക്കെ ആയാലും 1/2 ടീസ്പൂൺ വെച്ച് മതി. എന്നിട്ട് ആദ്യം ഒരു 40 സെക്കൻഡ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിലേക്ക് ചേർക്കുന്നത്. അത് കുറേശ്ശായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരും, അതുവരെ നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മെൽട്ടാവില്ല എന്നൊരു പേടി ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം പൊടിച്ചത് 1/2 കപ്പ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായി പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ബാറ്ററിനെ നമുക്ക് 2ആയിട്ട് തിരിക്കണം. ഒന്ന് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് വാനില സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററായിട്ട് 2ആയിട്ട് ഈക്വലായിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ചിന് കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വാനില കേക്കിൽ വാഞ്ചോ കേക്കിൽ 2 ലെയർ വാനിലയും അതുപോലെ തന്നെ 1 ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചുമാണ് വെക്കാറ്. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററിലേറെ കുറച്ച് കൂടുതലായിട്ട് വാനില കേക്കിൻ്റെ ബാറ്ററാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ വാനില കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് ഇതിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും. അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ഡാർക്ക് കൊക്കോ പൗഡറുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിതിൽ മൈദക്ക് പകരം മറ്റേതിൽ മൈദ ചേർത്തതിന് പകരമായിട്ട് ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് ഇതും അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം 2 ബാറ്ററും ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ വാനില കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മോൾഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു കേക്ക് ബേക്കാക്കിയതിന് ശേഷം അടുത്തത് ബേക്കാക്കിയാൽ മതി. അപ്പോൾ ആദ്യം വാനില കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്ത ശേഷം ചോക്ലേറ്റ് സ്പോഞ്ച് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 മോൾഡിലുമായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. വാനില കേക്ക് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കറണ്ട് അടുപ്പുണ്ടല്ലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ എവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഓവനിലുമാണ്. അപ്പോൾ രണ്ടും 2 രീതിയിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പം ഞാൻ സാധാരണ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്യാറ്, അതുപോലെ ഓവനിലുമാണ്. പക്ഷേ ഇന്ന് ഗ്യാസ് ഈ ഒരു സമയത്ത് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറണ്ടടുപ്പിൽ വെച്ചിട്ടാണ് ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാറ്ററെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. രണ്ടും 6 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇതിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 2 ബാറ്റർ നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ഒരു ലെയറിന് ഉള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. വാനില കേക്ക് 2 ലെയറിലുള്ളത് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ കറണ്ടടുപ്പിൽ ഈ ഒരു പാത്രം ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മോൾഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമല്ല 100-ലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഓവണും 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൺവെൻഷൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അത് നമുക്കൊരു 20 മിനിറ്റ് 20 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് മതി. 10 മിനിറ്റ് അതും സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി. ഒന്ന് 10 മിനിറ്റ്, വാനില കേക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കേക്കും 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. രണ്ടിനും 10 മിനിറ്റ് വീതമാണ് എനിക്ക് എടുത്തിട്ടുള്ള ടൈം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിഫാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് ഗോൾഡൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. ഞാൻ അധികം യൂസ് ചെയ്യാറ് ഫിയോണ തന്നെയാണ് അധികം യൂസ് ചെയ്യാറ്. അതുപോലെ വിവോ ഇപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്, പ്രസ്റ്റീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഗോൾഡൻ മാർക്കും ഇടയ്ക്കൊക്കെ ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഗോൾഡൻ മാർക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഗോൾഡൻ മാർക്ക് നല്ലൊരു ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കേക്കൊക്കെ ഒന്ന് ലെയറാക്കി എടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ചോക്ലേറ്റ് ലെയർ വരുന്ന ആ ഒരു രീതിയിലാണ് കേക്ക് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലെയർക്ക് ആ ഒരു ചോക്ലേറ്റ് കേക്ക് വെക്കുന്ന അരിതിൻ്റെ ലെയറിലേക്കായിട്ട് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടാവും. അതിന് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ക്രീം ചേർത്തിട്ടാണ് കേട്ടോ ആ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി മുകളിൽ ഡെക്കറേഷനും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത് 1/3 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഗോൾഡൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വിപ്പിംഗ് ക്രീം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. മാവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ഈ ഗോൾഡൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വിപ്പിംഗ് ക്രീം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീം. അതുപോലെ നല്ല സ്റ്റിഫ് ആവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അടുത്ത ലെയർ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലായിരുന്നു, ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനൊക്കെയുള്ള മടി കൊണ്ട് ഞാൻ ഗനാഷാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കേക്ക് വെക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ലെവലാക്കി എടുക്കണം സൈഡ് പോർഷനൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലേക്കൊക്കെ പൊങ്ങി നിൽക്കും നമ്മുടെ ഈ കേക്ക് ഐസിങ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ട്, അതാണ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത്. വാനില കേക്കിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാനില ലെയറും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വീണ്ടും വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീമിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
ആദ്യം മുകൾ ഭാഗത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡിലേക്കൊക്കെ എടുക്കാൻ അവിടെ നിന്ന് തന്നെ കിട്ടും. നമ്മളിങ്ങനെ പെലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ സൈഡിലൊക്കെ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ക്രം കോട്ടിങ്ങിന് കൂടുതൽ ക്രീം അപ്ലൈ ചെയ്യുന്നു വേണ്ട കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്ലീനാക്കി ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകൾ ഭാഗത്ത് ആദ്യം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡിലേക്കൊക്കെയുള്ള ക്രീം ഏകദേശം ഓൾമോസ്റ്റ് അവിടെ കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ലെവലാക്കി എടുക്കാം. നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ താഴെയുള്ള ക്രീമൊന്നും നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പെലൻ നൈഫിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അതവിടെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതൊന്ന് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് വലിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. മുകൾ ഭാഗമൊക്കെ പെലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. പിന്നെ മുകൾ ഭാഗത്ത് കൂടെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതുകൊണ്ട് തന്നെ കൂടുതലൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കഴിയുന്നത് മാക്സിമം തണുപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒന്ന് തണുത്തു പോയി. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം. എന്നാലേ നമുക്ക് ഡ്രിപ്പിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം. അപ്പോൾ ചെറിയ ചൂടുണ്ടാകുമ്പോൾ ക്രീം മെൽട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് നന്നായിട്ട് തണുക്കണം എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കണമെങ്കിലൊക്കെ കേക്ക് നന്നായിട്ട് തണുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയെടുത്തത് അത് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. അതും കൂടെ ഇതുപോലെ ഇങ്ങനെ വിലങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇതിന് മുന്നേ വേറെ വാഞ്ചോ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ 2 കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഒരു ബാറ്റർ വെച്ചിട്ടല്ല 2 കേക്ക് ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ചോക്ലേറ്റ് ഡെക്കറേഷൻ അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട്, ഇപ്പോൾ വാഞ്ചോ കേക്ക് എന്ന് പറയുമ്പോൾ 2 കേക്കിൻ്റെ പണി ഉണ്ടല്ലോ, 2 തവണ ബീറ്റ് ചെയ്തെടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 kg വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ എടുത്താലും മതി. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്